സുഹൃത്തുക്കളെ, ലണ്ടൻ നഗരത്തിന്റെ സുന്ദര കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അമ്പരചുംബികളായ ലണ്ടൻ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള നൂതന ബിൽഡിങ്ങുകളും പുരാതന ബിൽഡിങ്ങുകളും അതിന്റെ മേന്മ നഷ്ടപ്പെടുത്താതെ സൗന്ദര്യത്തോടെ നിലനിർത്തുന്ന രംഗങ്ങളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ഓരോ സ്ഥലത്തെയും ആ രാജ്യം അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുക. നല്ല വിശാലമായ റോഡുകളും നല്ല വാഹനങ്ങളും വൃത്തിയോടും ശുചിത്വത്തോടും കൂടി നടത്തുന്ന റോഡുകളുടെ പ്രദേശങ്ങളും അതോടൊപ്പം തന്നെയുള്ള വൃത്തിയോടുകൂടിയുള്ള ജനജീവിത സൗകര്യങ്ങളും വേസ്റ്റ് മാനേജ്മെന്റുകളും എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ കൂടെ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഒരു ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള റോഡ്, അതിലെ ആൾക്കാർ നടക്കുന്ന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം നടക്കുന്ന ജനത. ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ സിഗ്നൽ നോക്കി ആ സിഗ്നൽ റെഡ് ലൈറ്റ് ആണ്, റെഡ് ലൈറ്റ് ആകുമ്പോൾ അവിടെ നിന്ന് ആ ഗ്രീൻ ആകുമ്പോൾ മാത്രം റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു നല്ല വിവേകമുള്ള ജനത. ഇതൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ജീവിതത്തിൽ കാണുവാൻ പറ്റുന്ന ഒരു അസുലഭ സന്ദർഭമാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെ ഇംഗ്ലണ്ടിന്റെ ലണ്ടൻ സിറ്റി എന്ന് പറയുന്നത്. അതിമനോഹര കാഴ്ചകളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായും ഒരു ജനതയുടെ അവരുടെ അറിവിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും കഴിവുകളുടെയും ഒരു സംഗമമായിട്ട് ഈ സ്ഥലത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കുക, സിഗ്നൽ ലൈറ്റ് അവിടെ നിന്നു, ആൾക്കാരവിടെ റോഡിൽ നിൽക്കുന്നു, ഗ്രീനായി റോഡ് കറക്റ്റായിട്ട് ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്ത് വരുമ്പോൾ തന്നെ അതിമനോഹരമായ ഒരു കാഴ്ച കടന്ന സ്ഥലമുണ്ട്. ഒരു ചെറിയ വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട്. അവിടെ ആൾക്കാർ അവിടെ വേണ്ടവർ എന്റർടൈൻ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ റോഡുകൾ എപ്പോഴും തിരക്ക് തന്നെയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകളായിട്ട് വന്ന് കാഴ്ചക്കാരായി പോകുന്ന ഒരു നഗരം. ആ നഗരത്തിന്റെ ബിൽഡിങ്ങുകളൊന്നും തന്നെ തകർക്കാതെ അതിനോട് ചേരുന്ന രീതിയിൽ റോഡുകൾ ഉണ്ടാക്കി അതിനെ പരിപാലിക്കുന്നു. വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഓരോ ബിൽഡിങ്ങും അതിന് തനതായ സൗന്ദര്യം നിലനിർത്തുന്നു. അതിനൊന്നും ഒരു കേടുപാടുകളും ഇല്ലാത്ത രീതിയിൽ ആ ജനങ്ങൾ അത് കണ്ട് ആസ്വദിച്ച് പോവുകയും ചെയ്യുന്നു. ഓരോ സ്ട്രീറ്റിലും ഓരോരോ പ്രോഗ്രാമുകൾ ഓരോ സമയങ്ങളിൽ ഉണ്ടാകുന്നതാണ്. ഞങ്ങളും എല്ലാം കണ്ട് കേട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹര കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയതിൽ ഞങ്ങൾ ഒരുപാട് നന്ദി രേഖപ്പെടുത്തും. പല സുഹൃത്തുക്കളുണ്ട്, എൻ്റെ ബ്രദറുണ്ട്. അങ്ങനെ അവരുടെ എല്ലാം സഹകരണം ഉണ്ടായതുകൊണ്ടാണ് ഇത് കാണാനും ഇത് ഷൂട്ട് ചെയ്യാനും നിങ്ങളിലെത്തിക്കാനും സാധിച്ചത്. എന്തുകൊണ്ടും അഭിമാനകരമായ ഒരു കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പകർന്നു നൽകുന്നത്. തീർച്ചയായും നിങ്ങൾക്കും ഈ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം തന്നെ ഇതൊരു പുതിയ അനുഭവമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഒരു പുതിയ ചാനലാണ് സുനിൽ ലവ് ട്രാവലിംഗ് എന്ന ചാനലിൻ്റെ പേര്. ഈ കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെതായ എന്തെങ്കിലും കുറവുകളോ ന്യൂനതകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നാൽ അത് തിരുത്തി നല്ല വീഡിയോകൾ എത്തിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇത് ചൈനീസ് സ്ട്രീറ്റ് ആണ്. ലണ്ടനിലെ തന്നെ ഒരു ചൈനീസ് സ്ട്രീറ്റ് ആണ്. അവിടെ ചൈനീസ് വിഭവങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളും ഹോട്ടൽസും അതുപോലെ തന്നെ അവിടെ ആ രാജ്യത്തിൻ്റെ തനത് ഭക്ഷണശാലകളാണ് കൂടുതലുള്ളത്. അത് ആസ്വദിക്കാൻ നമുക്കും ആസ്വദിക്കാം, ആ രാജ്യക്കാരുമുണ്ട്. എന്നാൽ ഓരോ സ്ട്രീറ്റുകളായിട്ട് വേർതിരിച്ചിട്ടിരിക്കുന്നു. ആ സ്ട്രീറ്റിൽ കൂടുതലും ചൈനീസ് വിഭവങ്ങളാണ് കിട്ടുക. അവിടെയും നല്ല തിരക്കുണ്ട്. എല്ലാവരും തന്നെ ഓരോ സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ നോക്കി നടക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ടൂറിസ്റ്റുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ടൂറിസ്റ്റുകളുടെ ഒരു ഒഴുക്ക് തന്നെയാണ്, സഞ്ചാരികളുടെ ഒരു ഒഴുക്കാണ് ഈ റോഡ്. ഓരോ പ്രോഗ്രാം അവതരിപ്പിച്ച് അത് കലാകാരന്മാർ അവരുടെ ജീവിതമാർഗമായിട്ട് കൊണ്ട് നടക്കുകയും നിർബന്ധിതമല്ലാതെ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പോവാം. ഒരു പണപ്പിരിവായിട്ടൊന്നും അവർ ചെയ്യില്ല. അവരൊരു പാത്രം വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്യാഷ് ഇടാനൊരു സ്ഥലമുണ്ടാകും. അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്യാഷ് ഇട്ടിട്ട് പോവാം. എന്തായാലും ഒരുപാട് കണ്ടാലും തീരാത്ത കാഴ്ചകളാണ് ലണ്ടൻ്റെ ഹൃദയഭാഗത്തിൽ നിന്നുള്ള കാഴ്ചകൾ. ഇംഗ്ലണ്ടിലെ അതിമനോഹര സിറ്റികളിലൊന്നാണ് ലണ്ടൻ. ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സിറ്റിയാണ് ലണ്ടൻ. അതിൻ്റെ മനോഹാരിത തീർച്ചയായിട്ടും ഓരോ ബിൽഡിങ്ങിൻ്റെ വാസ്തുശില്പങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് നോക്കുക, എന്തോരം തിരക്കാണ് അനുഭവപ്പെടുന്നത് നിങ്ങളും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടൗണിൻ്റെ
നഗരത്തിന്റെ ഹൃദയഭാഗമായിട്ട് പോലും ജനങ്ങൾ ഇത്ര തൽക്കാലത്ത് വാഹനങ്ങളുടെ കാര്യം നോക്കുക. വാഹനങ്ങൾക്ക് വേറെ റോഡുകളുണ്ട്, അല്ലെങ്കിൽ ആ റോഡുകളെല്ലാം തന്നെ നിയമാനുസൃതമായി മാത്രം വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരെ, അത് പാലിക്കുന്ന ജനതയുമാണ് നമുക്ക് ഈ റോഡുകളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത്. ഓരോ കലാകാരന്മാർ അവരുടെ കലാവിരുദ്ധകൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒറ്റയ്ക്കുന്ന ഓരോരോ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിതമാർഗമായിട്ട് അത് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്. ആരും തടസ്സമില്ലാതെ അവരവരുടെ ജീവിതം ആസ്വദിക്കുകയും ടൂറിസം അതിനോടൊപ്പം തന്നെ ജനങ്ങളെ സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുകയും അത്ഭുതകരമായ കാഴ്ചകൾ പങ്കിട്ടുകൊണ്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്ന. ഒരു രണ്ടുപേര് ചേർന്ന് അവരുടെ ശരീരത്തെ അവരുടേതായ കലാരൂപങ്ങളെല്ലാം ചെയ്ത് അതിഗംഭീര മനസ്സിൽ കാഴ്ചയ്ക്ക് ഭംഗിയുള്ള രീതിയിൽ ഇരിക്കുന്ന കാണുക. അതുപോലെ തന്നെ നോക്കുക, എത്ര പടുകൂറ്റൻ ബിൽഡിങ്ങുകളാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ വലിയ ദുബായിലെ ആളുകളോട് പോലെ ദുബായിലെ ബിൽഡിങ്ങുകളോട് ചേരുന്ന രീതിയിലുള്ള വലിയ കെട്ടിട സമുച്ചയങ്ങളുമുണ്ട്. എന്നാൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ബിൽഡിങ്ങുകൾ ആ തനത് രൂപത്തിൽ തന്നെ അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും വളരെ സുന്ദരമായ കാഴ്ചകൾ നിങ്ങൾക്ക് പങ്കിടാൻ സാധിച്ചതിൽ പ്രധാനത്തിനാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.